എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ഒരു റെസിപ്പിയാണ്. വെയിറ്റ് ലോസിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ഓട്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഒന്ന് കുതിർത്ത് വെക്കണം. അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഓട്സ് നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇപ്പോഴിത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായി അതേ ജാറ് തന്നെ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ഓട്സ് എടുത്തതാണ്, അതുകൊണ്ട് 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഫ്ലേവറിനായിട്ട് ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ല ഫൈനായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനി ഓട്സിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അടിച്ചെടുത്ത മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ കിട്ടും. ഇതിപ്പോൾ ഓട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഒന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. ഒന്ന് അടിച്ചെടുത്താൽ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ്, ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാള, എരിവിന് ആവശ്യമായിട്ട് കട്ട് ചെയ്തെടുത്ത പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീം ചെയ്തിട്ടുള്ള കോണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ മല്ലിയിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചേർത്ത വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിൽ കോണ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് കോണിൽ. അത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. മുടി വളർച്ചയ്ക്കും എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിൽ ഫ്ലേവറിനായിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കാണ്. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് ലൂസാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. നമുക്കിത് ഒരു ദോശക്ക് കോരി ഒഴിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും. കല്ല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നതിന് ശേഷം 2 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വണ്ണത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഈ ഫ്രണ്ടിലുള്ള ഈ കളർ ഒന്ന് ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് മൂടി തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടും മറിച്ചിട്ട് വിട്ടിട്ട് മൊരിച്ചിട്ടെടുക്കാം. ആദ്യം തന്നെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കല്ല് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടുമുള്ള നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ കോണൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വെജിറ്റബിൾസും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിതിപ്പോൾ ഇതിന് ഒരു മല്ലിയിലൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൂട്ടി കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.